അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു 3 മാർക്സിൻ്റെ വെയിറ്റേജ് ഉള്ള ഏരിയ ആണ്. അതായത് വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ വാല്യൂ ചെയ്യാനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചെങ്ങാനാണ് കാണാൻ പറഞ്ഞത്. ഇനി എന്താണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതായത് നമ്മൾ ആദ്യം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആവറേജ് പ്രോഫിറ്റ് എടുക്കുക ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇനി അതിൽ നിന്ന് ഗുഡ് വില്ല് കാണണമെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടിയ ഫിഗർ എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ പാർട്ണർഷിപ്പിന്റെ നെറ്റ് അസെറ്റ് മൈനസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. A business has earned average profit of rupees 1,44,000 during the last few years. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആവറേജ് ഈ ബിസിനസ് എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്? 1,44,000. The normal rate of return is similar type of business is 12%. അതായത് ഈ ഒരു ടൈപ്പിലുള്ള ബിസിനസ്സുകളുടെയൊക്കെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 12% ആണ്. The net assets of the firm are valued rupees 8,20,000. അതായത് നമ്മുടെ ഫേമിന്റെ നെറ്റ് അസറ്റുകളൊക്കെ വാല്യൂ ചെയ്തപ്പോൾ എത്ര കിട്ടി? 8,20,000 കിട്ടി. Arun and company are decided to acquire the business. Help him to calculate goodwill of the firm using capitalization method. അതായത് അരുൺ എന്ന് പറഞ്ഞ ഒരാൾ ഈ പാർട്ട്ണർഷിപ്പ് ഈ ഒരു ഇത് എന്ത് ചെയ്യാണ്? അക്വയർ ചെയ്യാണ്, വാങ്ങാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഗുഡ്വിൽ എത്രയാന്ന് ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അത് ഏത് മെത്തേഡ് ഉപയോഗിച്ച്? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിയെടുക്കാം. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? ബിസിനസ് നേടുന്ന ആവറേജ് പ്രോഫിറ്റ് എല്ലാ വർഷവും 1,44,000 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതിന് ഞാൻ NRR എന്ന് സൂചിപ്പിക്കുന്നു. അത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? ബിസിനസിന്റെ 12% ആണ്. നെക്സ്റ്റ് വേറെ എന്താ വേണ്ടത്? നെറ്റ് അസെറ്റും തന്നിട്ടുണ്ട് നമുക്ക്. നെറ്റ് അസെറ്റിന്റെ വാല്യൂ എത്രയാണ്? 8,20,000 ആണ് നെറ്റ് അസെറ്റിന്റെ വാല്യൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് AVG എന്ന് ഇതാണ് പ്രോഫിറ്റ്. അതായത് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ആവറേജ് പ്രോഫിറ്റ് എത്ര ക്വസ്റ്റ്യനിൽ? 1,44,000 ഇൻറ്റു 100 അല്ലേ? ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് ഇവിടെ? 12 ആണ് അല്ലേ? അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. എത്രയാണ്? 12 lakhs ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമുക്കിപ്പോൾ കിട്ടിയ എത്ര? 12 lakhs അല്ലേ? അതിൽ നിന്ന് നമ്മുടെ ബിസിനസിന്റെ നെറ്റ് അസെറ്റ് മൈനസ് ചെയ്യാം. അതായത് 12 lakh മൈനസ് ബിസിനസിന്റെ നെറ്റ് അസെറ്റിന്റെ വാല്യൂ എത്രയാണ്? 8,20,000 ആണ് അല്ലേ? അതായിരിക്കും നമ്മുടെ ഗുഡ്വിൽ. അതായത് ഗുഡ്വിൽ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എത്രയാണ്? 3,80,000 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയ.